തെച്ചി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. നമസ്കാരം. ഇന്നത്തെ തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് തെച്ചിയെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലും പ്രത്യേകിച്ച് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും വളരെ സുലഭമായി കാണുന്ന ഒരു കുറ്റിച്ചെടിയാണ് തെച്ചി. ഏകദേശം 1.5 മീറ്ററോളം ഉയരത്തിലാണ് ഈ തെച്ചി വളർന്ന് പിടിക്കാറുള്ളത്. റൂബിയേസിയ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഇക്സോറ കോക്സീനിയ എന്നതാണ്. ഇതിൻ്റെ പൂവിൻ്റെ നിറം അടിസ്ഥാനമാക്കി പറഞ്ഞാൽ ചുവപ്പ്, റോസ്, നീല എന്നിങ്ങനെ വിവിധ ഇനത്തിലുള്ള തെച്ചികളാണ് കാണപ്പെടാറുള്ളത്. ഇതിൻ്റെ ഫലം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ ഫലത്തിൽ ഒരു 2 നേരിയ വിത്തുകളാണ് കാണപ്പെടുന്നത്. ഫലം പച്ചയായിരിക്കുമ്പോൾ അതിന് പച്ച നിറത്തിലും അത് പാകപ്പെട്ട് വരുമ്പോൾ ഒരു ഇരുണ്ട ചുവപ്പ് നിറത്തിലുമാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗം പൂവും അതുപോലെ ഇതിൻ്റെ തൊലിയുമാണ്. സംസ്കൃതത്തിൽ ഇതിനെ പാരന്തി എന്നും ബിന്ദുക എന്നും ആണ് ഇതിനെ നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ ഔഷധമൂല്യത്തെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ സാർ വിശദീകരിക്കുന്നു. തെച്ചിയെക്കുറിച്ച് ഒരു വാക്യമുണ്ട്. തെച്ചിയുണ്ടെങ്കിൽ അവിടെ നിന്ന് കരപ്പൻ പടിയിറങ്ങി പോകുമെന്ന് പറയും. അതായത് കുട്ടികൾക്കുണ്ടാകുന്ന കരപ്പനെ ഏറ്റവും ആദ്യം ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ഈ തെച്ചി. ഈ പാരന്ത്യാദി കേരതൈലം ഈ തെച്ചി ചേർത്തുണ്ടാക്കുന്ന ചെടിയാണ്. അത് നിശാകതകാദി കഷായം അതും ഈ തെച്ചി ചേർത്തുണ്ടാകുന്നതാണ്. ഈ തെച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ തെച്ചിയുടെ പൂവിട്ട് എണ്ണ കാച്ചിയിട്ട് ചെറിയ കുട്ടികൾ, ഇൻഫാൻസ്, 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തേക്കാൻ കൊടുക്കും. തെച്ചിയുടെ ഈ തൊലി എടുത്തിട്ട് എണ്ണ കാച്ചിയ കുട്ടികൾക്ക് പറ്റും. തെച്ചിയുടെ വേരെടുത്തിട്ട് എണ്ണ കാച്ചിയിട്ട് അതും കഷായം വെച്ച് വലിയ ആൾക്കാർക്ക് കൊടുക്കും. അങ്ങനെ അതിൻ്റെ ഓരോ ഭാഗത്തിനും ഔഷധ ഫലം വെവ്വേറെയാണ്. അപ്പോൾ അത് വയസ്സനുസരിച്ച് അത് വ്യത്യാസമായിട്ട് ഉപയോഗിക്കില്ല. ഈ ചൊറി, ചെരങ്ങ, കരപ്പൻ ഇവയിലെല്ലാം തെച്ചി ഇട്ട് എണ്ണ മൂപ്പിച്ച് അത് തേക്കുക, അല്ലെങ്കിൽ തെച്ചിയുടെ തൊലിയിട്ട് വെള്ളം തിളപ്പിച്ച് അതുകൊണ്ട് കുളിപ്പിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ അത്ഭുതമാണ്. അതിലുപരി ഈ തെച്ചി തന്നെ അരച്ച് അകത്തേക്ക് കഴിക്കാനും ഇതിന് വളരെ അത്ഭുതമായ സിദ്ധിയുണ്ട്.